ഗൈസ് അപ്പോൾ നമ്മളെ സബ്സ്ക്രൈബറായിട്ട് ഒരു 1 റൗണ്ട് കളിക്കുന്ന മാച്ചാണ് ഗൈസ്. അപ്പോൾ ഇതും ഗൈസ് അപ്പോൾ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷമാണ് കളിക്കുന്നത് ഗൈസ്. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് നമ്മൾ അവനെ അടിച്ചിട്ട് അതിന് റിവഞ്ച് ആയിട്ട് അവന് നമ്മൾ വേറെ കളിയും കാര്യങ്ങളൊക്കെ അടിച്ച് നമ്മൾ ആയുസ് റണ്ണാക്കി തന്നിട്ടുണ്ട് ഗൈസ്. റിവഞ്ച് എടുക്കാൻ അറിഞ്ഞുകൂടാത്ത ആളെന്നായിരിക്കും അവൻ്റെ വിചാരം. പിന്നെ അപ്പുറം ചാടി കടന്നവനാണ് കെ ജോസഫ്, അറിയാല. എൻ്റെ മൂവ്മെൻ്റ് അത്ര ശരിയല്ല. മൂവ്മെൻറ്റ് ശരിയാണെങ്കിൽ നമ്മൾ അടിച്ച് പൊളപ്പിച്ച് അണ്ണാക്കി കൊടുക്കുമെന്ന് അറിയാല ഗൈസ്. കണ്ടുകൊട്ടെ അവൻ്റെ മൂവ്മെൻറ്റ് ഇങ്ങോട്ടല്ല, അതുകൊണ്ടാണ് എനിക്ക് അവനെ അടിക്കാനും കഴിയാത്തത്. മാത്രമല്ല നമുക്കൊരു ഹെൽമെറ്റിൻ്റെ ആവശ്യം വളരെയധികം ഉണ്ട്. നമ്മളൊരു ഹെൽമെറ്റ് കാര്യങ്ങളും കൂടെ എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. നോക്കി കേസ് ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കാതെ കളിക്കും. എടാ നീ അടുത്ത് വട എടുത്തൂരി ചെറുക്കാടിച്ച് ചെറുക്കാൻ പോകാറി. അങ്ങനെ നമ്മൾ ആ ഒരു കളിയും കാര്യങ്ങളൊക്കെ അടിച്ച് അവനെ നൈസിനങ്ങോട്ട് അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അല്ല കേസ്, സബ്സ്ക്രൈബർ ആണെങ്കിലും നമ്മളൊരു കരുണ കാണിക്കാറില്ല കേസ്. കാരണം ഇതെൻ്റെ സബ്സ്ക്രൈബറൊന്നുമല്ല കേസ്, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒത്തനാണ്. അതുകൊണ്ട് എന്നെക്കാട്ടി ഭയങ്കര കളിയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. എൻ്റെ ക്ലാസ്സുകാരെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല. കാരണം എൻ്റെ ക്ലാസ് എന്ന് പറയുമ്പോൾ 2ാം ക്ലാസ്സാണ്. എന്ത് ചെയ്യണം ഈ ചെറുക്കൻ ഉപ്പക്കരട്ടാണ് കളിക്കുന്നത്. ഇവിടെ ഈ അടിച്ച് ചെറുക്ക സീൻ കാലം കൊണ്ട് മായ്ച്ച് വെച്ച മായ്ച്ചാവട്ടം കടമായിണ്ട് തോനായിണ്ട് ഓലമ്മപ്പാടായിണ്ട് ഗൈസ്. ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ മേടിച്ച് വെക്കും. ഹെൽമെറ്റ് അത് അത്യാവശ്യമാണ്. എവിടെയാ വേണം. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു 5ാം പേരാണ് കൊണ്ടൊക്കെ അടിച്ച് അവനങ്ങ് ഒണ്ണാക്കി എടുത്തിട്ടുണ്ട്. ഈ കളി മിക്കവാറും നമുക്ക് റിവഞ്ച് കാര്യങ്ങളൊക്കെ തരുന്നതായിരിക്കും, ഉറപ്പാണ്. അവൻ ഒരു റൗണ്ട് എടുക്കുകയാണെങ്കിൽ അവൻ അടുത്ത കളി നമ്മൾ റിവഞ്ച് എടുക്കും. ചെറുക്കന്മാരൊക്കെ അങ്ങനെയാണ്, ഫേവറാണ്. എൻ്റെ പണ്ടത്തെ കളിയൊക്കെ മാറി, ഇപ്പോൾ ഫേവറാണ് ചെറുക്കൻ നമ്മുടെ. അതാണ് ആദ്യമേ എന്നെ വെല്ലുവിളിച്ചത്. ഗൈസ് അങ്ങനെ നമ്മൾ ആ ഒരു കളിയും കൂടെ നൈസിനങ്ങ് അവനെ അടിച്ചങ്ങ് ഉറക്കിയിട്ടുണ്ട്. ഡെസേർട്ടിൽ എനിക്ക് വണ്ടപ്പിടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. കയറണില്ല. ഡെസേർട്ടിൽ ഞാൻ അടിക്കാൻ നോക്കിയിട്ട് കയറണില്ല. പുല്ല് അങ്ങനെ നമ്മളൊരു ഫാസ്റ്റ് മൂവിന് വേണ്ടാകാരം അവരൊക്കെ അടിച്ച് അവനങ്ങ് ഉറക്കിയിട്ടുണ്ട്. അതൊക്കെ എന്ത് ഗൈസ്, ഇതിനപ്പുറം ചാടി കിടന്നവനാണ് കെ ജോസഫ് എന്നറിയാം. ആ ഒരു കാര്യങ്ങളൊക്കെ അവൻ നൈസിനായിട്ട് അവനെ അടിച്ച് അങ്ങ് ഉറക്കി അണ്ണാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ സീനല്ല കേസ്, നമ്മളെ കളിയെക്കുറിച്ച് അറിഞ്ഞുകൂടെ മാർഗം. ചെറുക്കൻ്റെ കിളി ഇപ്പം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇത്രയും നല്ല കളിക്കാരനാണെന്ന് അവൻ ഇപ്പോഴാണ് അറിയണേന്ന് തോന്നുന്നത്. നമ്മളോടൊക്കെ കളിക്കാനായവിടാ നീക്ക്. അടാ മോനെ ചേട്ടാ സീന അറിയാല, 2 വട്ട സീന. പിന്നെ ആ രംഗനല്ല എന്ത് ചെയ്യാൻ. അടാല ഒട്ടേ എന്തോന്നൊക്കെ കയറി വന്നു. ഇപ്പം ഞാൻ അടി കൊണ്ട് പൊളക്കും. എവിട്രാ നീ. ഓ ഗായ്സ് അങ്ങനെ നമ്മൾ ഓരോ കളിയും കാര്യങ്ങളൊക്കെ നൈസായിട്ട് നമ്മളങ്ങ് അടിച്ച് ഉറക്കിയിട്ടുണ്ട്. ഒരു അടിക്കട്ടവൻ നമുക്കിന്ന് റിവഞ്ച് എടുക്കാറുണ്ട്. ഇവിടെ കളി ഒപ്പിച്ചാൽ പോരെ. കളിയൊക്കെ നമ്മളെടുക്കും. അതൊക്കെ ഇവിടത്തെ ഞാനല്ലേ. കളി കാര്യങ്ങളൊക്കെ നമുക്ക് ഉള്ളതാണ്. കളി തൊട്ടാകുമ്പോൾ വേറെ കളിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ എൻ്റർടൈൻമെൻറ്റല്ല ഹെൽമെറ്റ് എടുക്കാൻ മറന്നുപോയി. ഹെൽമെറ്റ് എടുത്തിട്ടുണ്ട്. അവ M10 വെച്ച് ചാടി അടിക്കുക, ബട്ട് നമ്മൾ M18 വെച്ച് ചാടി അടിക്കും. എടാ മോനെ ഗ്ലൂവാൾ ചുറ്റില്ലടാ, ഞാൻ അകത്ത് കയറിക്കോട്ടടാ. ഇപ്പോൾ വെളി വരും. അവൻ എങ്ങോട്ടാ ഓടുന്നു. പാവത്തിന് M18 കളിക്കാറുണ്ടോ തോന്നുന്നു.
ഗൈസ് അങ്ങനെ നമ്മൾ ഒടിവരെ അവനെ അടിച്ച് അങ്ങ് അണ്ണാക്കി കൊടുത്ത് ബൂയി അങ്ങോട്ട് കയ്യിലാക്കിയിട്ടുണ്ട്. സീനല്ലേ.